ഹായ് ഗൈസ്, അപ്പം നമ്മുടെ പുതിയൊരു വീട്ടിലേക്ക് സ്വാഗതം. അപ്പം നമ്മൾ ഇന്ന് എന്ത് ചെയ്യാൻ പോകുന്നത്? ഇന്ന് നമ്മൾ കുക്കിങ്ങും കാര്യങ്ങളൊന്നും അല്ല, ഒരു എക്സ്പെരിമെന്റ് ആണ്. അതെ, പിള്ളേർക്കൊക്കെ യൂസ്ഫുൾ ആവുന്ന ഒരു കൊച്ചു എക്സ്പെരിമെന്റ് ഇല്ല, അതായത് വലിയ എക്സ്പെരിമെന്റ് ഒന്നും അല്ല, ഒരു കുഞ്ഞൊരു എക്സ്പെരിമെന്റ്. അതിന്റെ സംഭവം നമുക്ക് വീഡിയോ തന്നെ കാണാം എന്തായാലും. അതെ, അപ്പൊ അതിന് എന്തൊക്കെയാ വേണ്ടത്? അതിന് വേണ്ട സാധനങ്ങൾ ഞാൻ വിനാഗിരി എടുത്തിട്ടുണ്ട്, പിന്നെ നമ്മൾ സോപ്പ് പൊടി എടുത്തിട്ടുണ്ട്, പിന്നെ നമ്മുടെ മഞ്ഞപ്പൊടി, പിന്നെ ബട്ട്സ് 3 ഗ്ലാസ് പേപ്പർ. അതെ, എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന ഒരു സിമ്പിൾ ആയിട്ടൊരു എക്സ്പെരിമെന്റ് ഇത്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം അല്ലേ? നമുക്ക് എന്തായാലും വീഡിയോ കിട്ടുക ഫ്രണ്ട്സ്. അപ്പോൾ നമ്മുടെ എക്സ്പെരിമെൻറ്റ് സ്റ്റാർട്ട് ചെയ്യണം. അപ്പോൾ അതുകൊണ്ട് അതിനുവേണ്ടി നമ്മളൊരു പേപ്പർ കപ്പ് എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതിലേക്ക് കുറച്ച് മഞ്ഞപ്പൊടി ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഈ ഒരു ഗ്ലാസ്സിലേക്ക് കുറച്ച് വെള്ളം കൂടി ഒഴിച്ചിട്ട് നമുക്ക് നല്ലപോലെ ഇത് മിക്സ് ചെയ്തെടുക്കണം. അങ്ങനെ നമ്മൾ മഞ്ഞപ്പൊടി ആണെങ്കിൽ നല്ലപോലെ കലക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു ഗ്ലാസ് മാറ്റിയിട്ട് വേറൊരു ഗ്ലാസ് എടുക്കണം. ഇനി അതിലാണ് ബാക്കി പരിപാടി. ഇനി നമുക്ക് ഇപ്പോൾ എടുത്ത് നമ്മൾ ഈ ഒരു പേപ്പർ കപ്പിലേക്ക് നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കാം. അത് കഴിഞ്ഞിട്ട് നമ്മളെ ഡിറ്റർജൻറ്റ് പൗഡർ നമുക്ക് അതിൽ മിക്സ് ചെയ്തെടുക്കണം നല്ലപോലെ. അങ്ങനെ നമ്മുടെ ഡിറ്റർജൻറ്റും നമ്മുടെ മഞ്ഞപ്പൊടിയും കലക്കി കഴിഞ്ഞ് ഇനി നമുക്ക് വേറൊരു ഗ്ലാസ്സിലേക്ക് കുറച്ച് വിനാഗിരിയും കൂടെ നമുക്ക് എടുക്കാം. അങ്ങനെ നമ്മുടെ 3 ഗ്ലാസ്സിലും നമ്മുടെ സാധനം സെറ്റ് ആക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടതെന്ന് പറഞ്ഞൊരു വൈറ്റ് പേപ്പറാണ്, ഒരു A4 പേപ്പർ നമ്മൾ എടുത്തിട്ടുണ്ട് ഇവിടെ. പിന്നെ നമ്മൾ കലക്കി വെച്ച ലായനികളെല്ലാം സെറ്റാണ് നമ്മുടെ സൈഡിൽ. അപ്പം നമുക്ക് നേരെ പരിപാടി അങ്ങോട്ട് തുടങ്ങാം. അപ്പോൾ ഇതിനായിട്ട് ചെറിയൊരു തുണിയുടെ പീസ് നമ്മൾ എടുക്കുന്നുണ്ട്. കാരണം നമ്മുടെ ആ ഒരു മഞ്ഞപ്പൊടിയിൽ നല്ലപോലെ മുക്കിയിട്ട് നമ്മുടെ ആ ഒരു പേപ്പറിൽ ഫുള്ള് മഞ്ഞ കളറാക്കി എടുക്കണം. എന്തായാലും ഇത് ഇച്ചിരി ടൈം എടുക്കുന്ന ഒരു പ്രോസസ്സാണ്. കാരണം നമ്മൾ ആ ഒരു മഞ്ഞ കളർ നല്ലപോലെ നമ്മുടെ പേപ്പറെ പിടിക്കുന്ന രീതിയിലാണ് നമ്മളെല്ലാം തൂത്ത് കൊടുക്കാൻ. എന്തായാലും അങ്ങനെ കുറേ നേരത്തെ ആ ഒരു പരിശ്രമത്തിന് ശേഷം നമ്മൾ ആ ഒരു പേപ്പർ മൊത്തത്തിൽ ഒരു മഞ്ഞ കളറൊക്കെ ആക്കി എടുത്തിട്ടുണ്ട്. ചെറുതായിട്ടൊരു വെള്ള ടച്ച് ഉണ്ട്, എന്നാൽ നമ്മൾ ഇച്ചിരി ഡാർക്കാക്കാൻ നോക്കിയിട്ടുണ്ടായിരുന്നു. പിന്നെ എന്തായാലും നമ്മുടെ ആ ഒരു പേപ്പർ ഇനി നമുക്ക് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കണം. അപ്പോൾ അത്യാവശ്യം നമ്മുടെ പേപ്പർ ഉണങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇനി നമ്മുടെ ഈ ഒരു ബട്ട് വെച്ചാണ് വേറെ പരിപാടി. ഇതിൻ്റെ മണ്ടയ്ക്ക് ഒരു ചെറുതായിട്ടൊരു റഫായിട്ടൊരു പടം വരയ്ക്കാം. അങ്ങനെ നമ്മൾ ആ ഒരു A4 പേപ്പർ നല്ലപോലെ വെച്ച് ഉണങ്ങാൻ വെച്ചിട്ടുണ്ടായിരുന്നു. നമ്മൾ അത്യാവശ്യം ഡാർക്കാക്കി എടുത്തിട്ടുണ്ടായിരുന്നു. എന്തായാലും നമ്മളിനി ചെയ്യാൻ പോകുന്ന നമ്മൾ ആ ഒരു ഡിറ്റർജൻറ്റ് പൗഡർ നമ്മൾ കലക്കി വെച്ചതിൽ നിന്ന് ഒരു ബഡ്സ് ഇട്ടിട്ട് നമ്മൾ പടം വരയ്ക്കാൻ പോവുകയാണ്. എന്തായാലും ഏത് പടമൊന്നുമില്ല, നമ്മൾ ജസ്റ്റ് റഫായിട്ടാണ് വരയ്ക്കുന്നത്. അതുകൊണ്ട് വലിയ പടമായിട്ടൊന്നും തോന്നിക്കത്തില്ല നിങ്ങൾക്കത് കണ്ടു കഴിഞ്ഞാൽ. അങ്ങനെ നമ്മുടെ പടം വര ഇവിടെ തുടങ്ങിയിട്ടുണ്ട്. നിങ്ങൾക്ക് കാണാം നമ്മുടെ ആ ഒരു മഞ്ഞപ്പൊടിയായിട്ട് നമ്മുടെ ആ ഒരു ഡിറ്റർജൻറ്റ് പൗഡർ റിയാക്ട് ചെയ്തിട്ടാണ് നമ്മൾ ആ ഒരു ചുമല കളർ നമുക്ക് അവിടെ ചെയ്യുമ്പോൾ ഞാൻ ഒരു പേപ്പർ കിട്ടുന്നത്. ആദ്യം ഞാനൊരു ചെടി പോലെ എന്തെങ്കിലും ഒരു നിൽക്കുന്ന പോലെ വരയ്ക്കാമെന്ന് വിചാരിച്ചത്, പക്ഷേ അവസാനം ഒന്നും ചെടിയൊന്നും ആയില്ലായിരുന്നു. ശരിക്കും പറഞ്ഞാൽ അത് വേറെ എന്തോ ആയി മാറി. എന്തായാലും വലിയ പെർഫെക്ഷനോ കാര്യങ്ങളൊന്നുമില്ല, നമുക്കിത് വേറൊരു പരിപാടി ചെയ്യാനുള്ളത് കൊണ്ട്. അങ്ങനെ നമ്മുടെ പടം ഏകദേശം കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. ചുമ്മാ ഒരു ചെടി നിൽക്കുന്ന പോലെ വരച്ചെടുത്താണ്. പിന്നെ ചുമ്മാ അറ്റത്തിങ്ങനെ നമ്മുടെ ആ ഒരു വിനാഗിരി ഒന്ന് തളിച്ച് കൊടുക്കുമ്പോൾ ചെറിയ സ്റ്റാർ പോലൊക്കെ തോന്നിക്കും. അതുകൊണ്ടാണ് നമ്മളിങ്ങനെ ചെയ്ത് കൊടുക്കുന്നത്. എന്തായാലും നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മളൊരു പെർഫെക്ഷൻ അല്ലെങ്കിൽ പൂർണ്ണമായിട്ടൊരു പടം വന്ന രീതിയിലല്ല നമ്മൾ ചെയ്യുന്നത്, ജസ്റ്റ് ഒന്ന് കാണിക്കുക അത്രേ ഉള്ളൂ. എന്തായാലും നമ്മളിവിടെ റഫായിട്ട് വരച്ച ആ ഒരു പടം നമ്മുടെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൽ വിനാഗിരി വെച്ചിട്ടൊരു പരിപാടിയുണ്ട്. ഇനി നമുക്കത് നമ്മൾ ആ എടുത്ത വിനാഗിരി എടുത്തിട്ട് നമ്മൾ വേറൊരു ബട്ട്സിൽ അത് മുക്കിയിട്ട് നമ്മുടെ ആ ഒരു വരച്ച പടത്തിൻ്റെ മടക്കി ഒന്ന് റഫായിട്ടൊന്ന് ഓടിച്ച് നോക്കാം. ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും നമ്മുടെ ആ ഒരു വിനാഗിരി ആണെങ്കിൽ നമ്മൾ ആ വരച്ച ഡിറ്റർജൻറ്റ് കൊണ്ട് വരച്ച ആ ഒരു പടത്തിൽ റിയാക്ട് ചെയ്തിട്ട് ബാക്ക് ടു നോർമൽ സ്റ്റേജിലേക്ക് ആ ഒരു എന്താ പറയുക നമ്മുടെ ആ ഒരു മഞ്ഞ കളറിലേക്ക് തന്നെ ആ ഒരു പേപ്പർ മാറുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും. എന്തായാലും നമ്മളിപ്പോൾ വരച്ചത് നമ്മൾ ഈ ഒരു വിനാഗിരി കൊണ്ട് തന്നെ ബാക്ക് ടു നമ്മുടെ ആ ഒരു പേപ്പറിലേക്ക് മഞ്ഞ പേപ്പറിലേക്ക് തന്നെ തിരിച്ച് കൊണ്ടുവരാൻ പോവാണ്. നമ്മൾ വരച്ച പടം മൊത്തം അത് വെച്ച് മൊത്തം ഇറേസ് ചെയ്ത് കളയാൻ പോകും. ഇതെന്തായാലും ശരിക്കും പറഞ്ഞാൽ നമ്മൾ ജസ്റ്റ് റഫായിട്ട് ചെയ്തതേ ഉള്ളൂ. ഇത് വേണമെങ്കിൽ നമുക്ക് പടം വരയ്ക്കുന്ന പിള്ളേർക്കോ അല്ലെങ്കിൽ കൊച്ചു പിള്ളേർക്കൊക്കെ എന്തെങ്കിലുമൊക്കെ വർക്ക് ചെയ്യാനാണെങ്കിൽ ഇത് വെച്ച് നമുക്ക് പടം വരയ്ക്കാനൊക്കെ നല്ല അടിപൊളിയായിട്ട് പറ്റുന്നതായിരിക്കും. അങ്ങനെ ഇപ്പോൾ നമ്മുടെ ആ ഒരു 90% നമ്മൾ ആ ഒരു വരച്ച പടം നിന്ന് മാറ്റിയിട്ടുണ്ട്. എന്നാലും ചെറിയൊരു ഷെയ്ഡ് മാത്രം നമ്മൾ ആ ഒരു വരച്ച പടത്തിന് നിൽപ്പുണ്ട്. നമ്മുടെ പടം തന്നെ ഇങ്ങനെ ആയിട്ടുണ്ടല്ലേ, നമ്മൾ ബാക്ക് ടു നോർമൽ ആക്കിയിട്ടുണ്ട്. ആ ഒരു റെഡ് കളർ മാറ്റി നമ്മുടെ ആ ഒരു പടത്തിന്റെ ഷെയ്ഡ് മാത്രം നിങ്ങൾക്ക് കാണാൻ പറ്റും, ആ ഒരു വരച്ച ആ ഒരു ഷെയ്ഡ്. പക്ഷേ ആ ഒരു കളർ പോയ പോക്ക് ഫുൾ പോയില്ലേ. അത് തന്നെ, ഇത് പിള്ളേർക്കൊക്കെ ഒരു എക്സ്പെരിമെന്റ് ഇല്ലേ? അല്ല, എക്സ്പെരിമെന്റിനൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ചെറിയൊരു ഐറ്റം അല്ലേ. വലിയായിട്ടൊന്നും ഒരു ചെലവും ഇല്ല, ഒന്നുമില്ല. നമ്മുടെ വീട്ടിലെ സാധനം വെച്ച് നമുക്ക് ഈ ഒരു എക്സ്പെരിമെന്റ് ചെയ്യാം, പടവും വരയ്ക്കാം, അതുപോലെ തന്നെ വായിക്കുകയും ചെയ്യാം. അതാണ് എന്തായാലും സിമ്പിൾ എക്സ്പെരിമെന്റ് അല്ലേ, ഒരു മാജിക് പോലായിരുന്നു സംഭവം. നമ്മൾ ആദ്യം വിചാരിച്ച് ഇത് വർക്ക് ആവത്തില്ല, നമ്മൾ വിചാരിച്ച് ഇത് നമ്മൾ ഉണക്കുമ്പല്ലേ ഉണക്കുമ്പോഴത്തേക്കും പിന്നെ അങ്ങത്തേക്കും ആ കളർന്ന് വരത്തില്ലെന്ന് വിചാരിച്ചതാ. പക്ഷെ അത് വന്നില്ലേ, അന്നപ്പം ഞങ്ങൾ ശരിക്കും ഞെട്ടിപ്പോയി. പക്ഷെ സെറ്റല്ലേ, കീഴിലെ സാധനം. അപ്പൊ നമ്മുടെ ഇന്നത്തെ ഈ ഒരു കൊച്ചു എക്സ്പീരിയൻസ് അപ്പൊ ഇത്രേ ഉള്ളൂ. അപ്പൊ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, എല്ലാവർക്കും അയക്കുക. പിന്നെ ചാനൽ അങ്ങോട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം ഇന്നത്തെ ഈ കുഞ്ഞു വീഡിയോ ഇത്രേ ഉള്ളൂ. അപ്പൊ അടുത്തൊരു കീഴിലും വീഡിയോ ആയിട്ടാണ്. ബൈ.